ഇന്ന് ഭയങ്കര തണുപ്പാ. പതുക്കെ നന്ദിനിക്കുട്ടി വാ പോവാം. ഇല്ല, ഒന്ന് കേറി വരുന്നുണ്ടോ? ഞാൻ പോവാ. ഇല്ല, ഞാൻ പോവാണ് കേട്ടോ. കുട്ടിക്ക് ഒന്നേ സ്കൂളിൽ പോവാ. പേരെന്താ? ഷേർലി. ഷേർലി.
നല്ല പേരാണല്ലോ. എന്റെ പ്രിയപ്പെട്ട ഷേളി. ഷേളി. ബാക്കിയൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. വീട്ടിൽ പോയിരുന്ന് വായിച്ചാൽ മതി. എന്തു പറ്റിയത്? അല്ല, ഒരു എഴുത്ത് എന്തിനാ കരുന്നേ? കുമാരക്കുറുപ്പ്, എന്താ കുട്ടയും വെട്ടൊരാളും ഒക്കെ ആയിട്ട്? ഒന്നും പറയണ്ട ചേട്ടാ, രാവിലെ തുടങ്ങിയ നടപ്പ. ഇനിയും ഒരു 100 കൂട്ടം സാധനങ്ങൾ വേണം. എന്തിനാടോ കുറുപ്പേ? പൂജയ്ക്ക്. കിഴക്കടുത്ത് മനക്കിൽ ഗംഭീര പൂജ നടക്കില്ലേ? ഓ, എന്താ വിശേഷം? വിശേഷമല്ല, പ്രശ്ന. അവിടുത്തെ കുട്ടിയുടെ. അവിടെ ആകെ ഒരു കുട്ടിയല്ലേ ഉള്ളൂ, ഒരു പെൺകുട്ടി. അതെ അതെ, നന്ദിനി കുട്ടി. അവക്ക് എന്ത് പറ്റി? ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല. ഇനി പറ്റാതിരിക്കാനാ. എനിക്കൊന്നും മനസ്സിലായില്ല. ആർക്കും അത് മനസ്സിലാവില്ലേ ചേട്ടാ. അതിന്റെ ദേഹത്ത് ഏതോ ബാധയോ പ്രേതോ എന്ത് പണ്ടാരാണാവോ. ശിവ ശിവ, വല്ല ഉപദ്രവം ഉണ്ടോ? അങ്ങനത്തെ ഉപദ്രവമൊന്നുമില്ല. ഇതൊരു തരം ഇളക്കാ. കൊള്ളാവുന്ന ചില ആണുങ്ങളെ കാണുമ്പോ ഒരു ചിരിയും ഒരു വക കളിയും. ഛേ, എന്താ പറയാ. ഓ, ചിലപ്പോ മോഹിനി യക്ഷി വല്ലതും ആയിരിക്കും. എന്ത് യക്ഷിയായാലും ഒന്ന് മാറി കിട്ടിയാൽ മതിയായിരുന്നു. ആ വലിയ തിരുമേനിയുടെയും അന്തർജനത്തിന്റെ സങ്കടം കണ്ടാൽ ആരും സഹിക്കില്ല ചേട്ടാ. അല്ല കുറുപ്പേ, ആ കുട്ടിയുടെ ഒരു മുറച്ചക്കൻ ഉണ്ടായിരുന്നല്ലോ. ഉവ്, വിഷ്ണുപൂരി. അതെ, അദ്ദേഹം അങ്ങ് പാരീസിലല്ലേ? അയാളെ കൊണ്ട് ആ കുട്ടിയെ വേളി കഴിപ്പിച്ചുകൂടെ? ഇത്തരം പ്രേതബാധ ചിലപ്പോ കല്യാണം കൊണ്ട് മാറിയേക്കും. വിവരത്തിന് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം അവിടുത്തെ വലിയ ചിത്രകാരനാത്രേ. ആഹാ. ആ ചേട്ടാ, ഇവിടുന്ന് ഇത്തിരി വന്യച്ചമതയും എരിക്കും വേണ്ടിയിരുന്നു. ആവശ്യം പോലെ എടുത്തോളൂ. നീ എടുത്തോ. പിന്നെ നിനക്കൊരു ഉപകാരം ചെയ്യണം. ഞാൻ ഒരു എഴുത്ത് തരാം. നീയേ അതാ മനക്കിലെ നന്ദിനിക്കുട്ടി ചേച്ചിക്ക് കൊടുക്കണം. കൊടുക്കൂ. ആ, മെടുക്കാൻ. പിന്നെ നീ ഇത് കൊടുക്കുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണം. അവിടുത്തെ വലിയ നമ്പൂരില്ലേ, അയാളെ കാണരുത്. എന്നാ കൊടു ചെല്. അത് ഞാൻ കൊടുത്തോളാം, നീ പോടാ. നല്ലപോലെ ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് 3 പ്രാവശ്യം തലയ്ക്ക് ഒഴിഞ്ഞിട്ട് ദാ ഈ കലശത്തിലിട്ടു. ഇവിടെ വരിക. ദേവി, എല്ലാം ശുഭമായിരിക്കണു. ഇത് മനക്കിലെ കാവിൽ കൊണ്ടുപോയി 3 വലം വെച്ചിട്ട് ആ പാലച്ചുവട്ടിൽ അങ്ങ് നിക്ഷേപിച്ചോളൂ. ഓം സർവാഭീഷ്ടദായിനി.
മതി തോന്നുന്നു. ശിവ ശിവ, എന്താ ഈ കേക്കണേ? മതി എങ്ങോട്ട്? ടൗണിലേക്കാ? നീ നടന്നു വന്നാ മതി. ഓ, ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ശരി. വാ, കേറ്. നമ്മളിപ്പോ കണ്ടിട്ട് എത്ര കാലമല്ലേ? ഞാൻ സിനിമയ്ക്ക് പോവാന്ന് പറഞ്ഞിട്ട് എന്താ മര്യാദ വരാത്തത്? അയ്യോ, പഞ്ചറാകൊണ്ടൊരു നേരം. പകറു, എന്റെ സൈക്കിള് പഞ്ചറായി പോരാ. പൊടിക്കുപ്പി മോളെ നന്ദിനിക്കുട്ടി, മുത്തച്ഛന്റെ പൊന്നാര മോളെ, മുത്തച്ഛൻ ഒന്നും മുറുക്കിക്കോട്ടെ. വേണ്ട, ഇനി മുറുക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞത് മുത്തച്ഛൻ മറന്നുപോയോ? വല്ലപ്പോഴൊന്നും മുറുക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല മോളെ. എത്ര കാലം ശീലിച്ചതാ, പെട്ടെന്ന് അങ്ങോട്ട് മാറ്റാൻ പറ്റുമോ? മാറ്റണം, ഇല്ലെങ്കിൽ അസുഖം വീണ്ടും വരും. മോളെ നന്ദിനിക്കുട്ടി, മുത്തച്ഛൻ തങ്കക്കുട്ടിയല്ലേ? ദേ നോക്കിയേ, മുത്തച്ഛൻ ഒന്നും കൊടുക്കണ്ട. മുത്തച്ഛൻ ചക്കരക്കുട്ടിയല്ലേ? എന്റെ മോളല്ലേ? മോളെ ദേ ഇന്നൂടെ മാത്രം, ഓരോ മുറുക്കാൻ മാത്രം, ഒന്ന് മാത്രം മതി. മുത്തച്ഛന്റെ സുന്ദരിക്കുട്ടിയല്ലേ? നിന്റെ വേളി കഴിയുന്നവരെ മുത്തച്ഛന് ഒരു അസുഖം വരില്ല. സത്യത്തിൽ ഇന്നും കൂടെയല്ലേ മുറുക്കുള്ളൂ? എന്നാ മുത്തച്ഛൻ ആ കണ്ണും കൂടെ അടച്ചോളൂ. വാ തുറക്കൂ. ഇനി കണ്ണു തുറക്കൂ. പോകയില്ല. ദീപാരാധന സമയത്ത് ആ മുഖം ഒന്ന് കാണേണ്ട തന്നെയായിരുന്നു. കണ്ണുകൾക്ക് തിളക്കം, ചുണ്ടിലൊരു കള്ള പുഞ്ചിരി, എല്ലാം കൂടെ എന്ത് ഭംഗിയായിരുന്നു. ആരുടെ കാര്യമാണ് നീ പറയുന്നത്? ദേവന്റെ, ശ്രീകൃഷ്ണ ഭഗവാന്റെ. ആൾക്കിപ്പോഴും സുന്ദരികളെ തന്നെയാ നോട്ടം. എന്റെ ശാരി, എനിക്കങ്ങോട്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കണമെന്ന് തോന്നി. എന്താ നീ കാണിക്കുന്നത്? ഞാൻ നിന്റെ അമ്മയോട് പറയാം, പാരീസിലുള്ള ഭഗവാനെ വേഗം വരുത്താൻ. ഇഷ്ടം പോലെ കെട്ടിപ്പിടിക്കുകയോ. ഒന്ന് പോടി, കളിയാക്കാതെ. അല്ല, ഇന്ന് പോസ്റ്റ്മാൻ അങ്ങോട്ട് വരുന്നത് കണ്ടല്ലോ. നിന്റെ വിഷ്ണുട്ടന്റെ കഥ? അല്ല, ഞാൻ നിന്നോട് പറയാൻ മറന്നു. അത് നമ്മുടെ ഗ്രേസിയുടെ കഥ. ആ, നിന്റെ കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. എന്താ വിശേഷം? വിശേഷമൊന്നുമില്ല. നമ്മളെയൊക്കെ കാണാൻ അവൾക്ക് കൊതിയാവണമെന്ന്. നന്ദിക്കുട്ടി, ഞാൻ അങ്ങോട്ട് നീങ്ങുന്ന കേട്ടോ. ശരി, രാവിലെ നീ ഇല്ലത്തേക്ക് വരില്ലേ? ഞാൻ ഈ എഴുത്ത് നന്ദിനിക്കുട്ടിക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ ഒരുക്കാം. എനിക്കൊരല്പം പ്രസാദം തരൂ. പൊയ്ക്കോ. ഇതാ കൊണ്ടുവരുന്നു മോനെ, ലേശം വൈകിപ്പോയി. ഇന്നെന്താ വല്ലാണ്ട് വിശന്നു പോയോ? നന്ദിനിക്കുട്ടി, 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 ഞാൻ ഇവിടെ തന്നെ കാത്തിരിക്കും കേട്ടോ.
കർമ്മം ശരിയായിട്ടില്ലെന്നാ എനിക്ക് തോന്നണത്. ഇനി മറ്റാരെ കൊണ്ടെങ്കിലും നോക്കിക്കാം. കാണിപ്പയ്യൂരോ പൂഞ്ഞാറിലെ മിത്രനോ ആവട്ടെ, അവര് നിശ്ചയിക്കുന്ന പ്രതിവിധി എന്താ വെച്ചാൽ അതങ്ങോട്ട് ചെയ്തേക്കാം. എല്ലാം അച്ഛന്റെ ഇഷ്ടം പോലെ. കുട്ടിയുടെ അസുഖം വേഗം മാറിക്കിട്ടിയ മതിയായിരുന്നു. വളപ്പിൽ വെച്ച് തന്നെ ബോധം കെട്ട് വീണത് ദൈവാധീനമെന്നേ എനിക്ക് പറയാനുള്ളൂ. ബ്രഹ്മരക്ഷസി ചുറ്റിക്കറക്കി വല്ല കുളത്തിലോ പുഴയിലോ കൊണ്ടുപോകാതിരുന്നത് നമ്മുടെ ഭാഗ്യം. എല്ലാം സുഹൃദക്ഷയാണോ കുറുപ്പേ? ഇവൾക്ക് വൈധവ്യം സംഭവിക്കുക, ഒരു മോളുള്ള ഇങ്ങനെയായി തീരുക, ഇതെല്ലാം അനുഭവിക്കാനായിട്ട് ഞാനൊരുത്തൻ കാലിനും വേണ്ടാണ്ടെങ്കിൽ ജീവിച്ചിരിക്കുക. കർമ്മഫലം തന്നെയാണേ, മുജ്ജമ്മത്തിലെ കർമ്മഫലം. ആ, അനുഭവിക്കാണ്ടിരിക്കാൻ പറ്റുമോ? അമ്പലത്തിലെ വിശേഷാൽ പൂജ അതിപ്പോ നടത്തണോ ആവോ? നേരത്തെ നിശ്ചയിച്ചല്ലേ, അതിന് മുടക്കം വരുത്തണ്ട. ഭഗവതി സേവ കൂടിയെന്ന് വെച്ച് കുഴപ്പമില്ല. നെയ് കൂടിയുണ്ട് അപ്പം മോശാവില്ലല്ലോ. ആ കൃഷ്ണ ഗുരുവായൂരപ്പ. എന്താ കുട്ടിയത്? ഞാനങ്ങ് പേടിച്ചു പോയല്ലോ. ഞാനൊന്ന് തൊട്ടപ്പോ നീ പേടിച്ചെന്നോ? നിന്നെ പോലെ എന്റെ ദേഹത്ത് ബ്രഹ്മരക്ഷസൊന്നും കേറിട്ടില്ല. എന്റെ ദേഹത്ത് രക്ഷസുണ്ടെന്ന് നീ വിശ്വസിച്ചോ? പിന്നെ വിശ്വസിക്കാതിരിക്കാ? ജ്യോത്സ്യന്മാരെല്ലാം അത് തന്നെയല്ലേ പറഞ്ഞത്? ഹോമവും പൂജയും എന്തൊക്കെയാ നിന്റെ അപ്പൂപ്പൻ നടത്തുന്നത്? എനിക്കതിലെങ്ങും വലിയ വിശ്വാസം ഇല്ല ശാരി. പക്ഷേ ആരോടാ പറയുക? വിശ്വസിക്കാതിരുന്നിട്ട് കാര്യമില്ല. നിന്നെപ്പോലെ സുന്ദരികളായ പെൺകുട്ടികളെ കണ്ടാൽ ഗന്ധർവൻ രക്ഷസും ഒക്കെ മോഹിക്കുമെന്നറിഞ്ഞൂടെ? ഈ ഗന്ധർവനെയും രക്ഷസിനെയും നമുക്ക് അങ്ങോട്ട് മോഹിച്ചൂടെ? അതിനവരെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. പക്ഷെ എനിക്ക് കാണാൻ പറ്റും. ദാ
എനിക്കിപ്പോ നിന്റെ ദേഹത്ത് കയറണമെന്നാ തോന്നുന്നത്. എന്താ കുട്ടി, പൂജയൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. തിരുമേനി പോന്നില്ലേ? ഇല്ല, അമ്മയും മുത്തച്ഛനും നട അടച്ചു കഴിഞ്ഞേ വരൂ. ചന്ദ്ര, കുട്ടികളൊക്കെ സുഖമായിരിക്കുന്നോ? ഇനി കുട്ടികൾ വേണ്ട കേട്ടോ. നളിനിയോട് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞോളൂ. ശരി. കഴിവരടാ മോനെ, നാട്ടിലുള്ള പെമ്പിളേർക്ക് മുഴുവൻ എഴുത്തു കൊടുത്ത് ഇപ്പൊ വീട്ടിനകത്ത് പോയോടാ. ഞാൻ കുറുപ്പേട്ടനെ കാണാൻ വന്നതാ. പട്ടി, നിന്നെ ഞാൻ കാത്തിരിക്കുവായിരുന്നോടാ. ഇങ്ങോട്ട് വാടാ പട്ടി. കളിച്ച് കളിച്ച് മലയ്ക്കകത്ത് പോയോടാ. നീ കാരണം പെമ്പിളേർക്ക് വഴിയിറക്കാൻ പറ്റാതെ നിന്നെ എന്ന് കൊല്ലും. നിന്നെ കൊല്ലും. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ വീട് പിടിച്ച് കേട്ടാവന്. ഒന്നങ്ങനെ പോയിക്കോട്ടെ. അയ്യോ, ഉപദ്രവിക്കല്ലേ. ഞാനൊരു പാവമാണ്. അയ്യോ അയ്യോ, എല്ലാവരും കൂടെ എന്താ ഇത്? എന്താ ഇത് പോലെ? അയ്യേ, ഏയ്, എന്താ ഇത്? ആൾക്കാരൊക്കെ മനക്കിലേക്കാണല്ലോ ഓടിപ്പോന്നത്. എന്താ ഗായത്രി? എന്താന്നറിയില്ല. അച്ഛൻ മെല്ലെ വന്നോളൂ, ഞാൻ പോയി നോക്കാം. എന്റെ മകനെ എല്ലാത്തിനും വന്ന നിങ്ങളുടെ മകക്കെ ചോരനിലാണ് ആമ്പിള്ളേരെ കാണുമ്പോ ഏതാണ്ട് ഇടക്കവാ. അവളെ നല്ല താട്ടുള്ള വല്ല ആമ്പിള്ളേരെ കൊണ്ട് കെട്ടിക്കാൻ നോക്ക്. യക്ഷിയാ, മോഹിനി യക്ഷി. തെറ്റും പൊട്ടും തിരിയാത്ത എന്റെ പൊന്നുപോലെ അവള് കയ്യും കാലും കാണിച്ച് അകത്ത് കയറ്റി നാട്ടുകാരെ കൊണ്ട് തല്ലിച്ചതച്ചു. നിനക്ക് മുട്ടിഞ്ഞു പോവടി. ഞാൻ പറഞ്ഞു
നമുക്ക് വീട്ടിൽ പോയി കുഴമ്പ് കഴിച്ച് കുളിക്കാം. എല്ലാവരും കൂടെ പോകാം അവിടുന്ന്. നിങ്ങളൊക്കെ ഒന്ന് മാറാം ഇങ്ങോട്ട്. ഭൂദേവി, വാനം കെടുത്താൻ ജനിച്ച അച്ഛനെ നിന്നെ ഞാനിന്ന് ശരിയാക്കാം. നീ ജീവിക്കണം. ചീത്തപ്പേരുണ്ടാക്കാൻ ജനിച്ചവളെ നിന്നെ ഞാൻ കൊല്ലും. നീ ചാവടി. നീ ജീവിച്ചിരിക്കണ്ട. നിന്നെ ഞാൻ നീ ചാവണം. എന്താ സമാധി കാണിക്കുന്നത്? ഈ ഒരുപ്പെട്ടവളെ എനിക്കിനി കാണണ്ട. എന്റെ കൃഷ്ണ, ഇങ്ങനെ രസത്തിന് ഞാൻ പെറ്റല്ലോ. ഗായത്രി, ഗായത്രി, നന്ദിനിക്കുട്ടി ആഹാരം കഴിച്ചു? കഴിക്കണ്ട, പട്ടിണി കിടന്ന് ചാവട്ടെ.
ഇങ്ങോട്ട് ഇറങ്ങി മോളെ ഇറങ്ങടി നടക്കടി അങ്ങോട്ട് മോളെ ഭദ്രം മുതലാളി. വളരെ ഉപകാരം സാർ. That's all right. ഞാൻ കൊണ്ടുവിട്ട് തരാം. ദൈവദൂതനെ പോലെ വന്നെന്നെ രക്ഷിച്ച അങ്ങ് ആരാന്ന് എനിക്ക് മനസ്സിലായില്ല. എന്റെ പേര് ഭദ്രൻ. ഭദ്രമുതലാളി. സോറി സാർ. ഇല്ല ഇല്ല, ഞാൻ വരില്ല. മോളെ, നമ്മുടെ മരക്കല നന്ദിനിക്കുട്ടിയെ കാണാനില്ല. എന്റെ നന്ദിനിക്കുട്ടി വല്ല കടുങ്കയും കാണിച്ചോ? എങ്ങോട്ടോ പുറപ്പെട്ടു പോയതാണ്. ഉടുപ്പ് കെട്ടും ബാഗും കാണാനില്ല അത്രേ. കൂഴ. അയ്യോ, ഏമാനായിരുന്നു. വാ എടോ കിളവാ, അതിന് കസേര ഇല്ലല്ലോ. കസേരയില്ലല്ലേ? ചാക്കോ, ഒരു കസേര എടുത്തിട്ട് വാ. കസേര ഇവിടെ ഇല്ല മുതലാളി. എന്നാ ഇതിന്റെ മുകളിൽ കുറച്ച് ഇരുന്നാ മതിയോ? അതെ, ഞാൻ തന്റെ സ്വീകരണത്തിന് വന്നതല്ല. റോഡിൽ മാർഗതടസ്സം ഉണ്ടാക്കിയതിന് തന്റെ പേരിൽ കേസ് ചാർജ് ചെയ്യും. അയ്യോ, അടിയൻ റോട്ടിലല്ല കുറ്റിയിലാ കയറി കെട്ടിയത്. താൻ ഏത് മറ്റടത്ത് കെട്ടിയാലും ഞാൻ അതേ തട്ടി വീണു. വീണ? അയ്യോ. കൊപ്ര, ഉണക്ക കൊപ്ര, വെറ്റില മുറുക്കാൻ നല്ലതാ. അതിങ്ങടുത്ത് ആ, തൽക്കാലം ഇതിരിക്കട്ടെ. വരട്ടെ. എടാ, രൂപ 3.5 തൊപ്പിക്കകത്ത് പോയത്. അല്ല മുതലാളി, ഇപ്പൊ 2 രൂപയേ ഉള്ളൂ. ഒറ്റ വാദപ്പള്ളിയിലെ വീട് ഏതാ? ദാണ്ടെ ആ തടിമിലിന് അപ്പുറത്താണെന്ന മഞ്ഞ ഗേറ്റാ. ആ, ഗ്രേസി. എന്താ? ഞാൻ ഗ്രേസിയുടെ കൂട്ടുകാരിയാ. ഗ്രേസി ഇല്ലേ ഇവിടെ? ഗ്രേസമ്മേ, മോളെ ഗ്രേസമ്മേ. കുഞ്ഞേതാ? എവിടെയാ വീട്? പുത്തൻകര. പുത്തൻകരയാ? അവിടെയാണല്ലോ എന്റെ പെമ്പിള്ളയുടെ വീട്. ഹായ്, നന്ദിനിക്കുട്ടിയോ? അപ്പച്ച,
ഇവിടെ ഏതാണെന്ന് അപ്പച്ചൻ അറിയോ? ഏതാ മോളെ? നമ്മുടെ അമ്മച്ചിയുടെ വീടിന്റെ അപ്പുറത്തെ വലിയ നമ്പൂരിമനയില്ലേ, അവിടുത്തെ നന്ദിനിക്കുട്ടിയാ. എന്റെ കർത്താവേ, എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഒരു കാലത്ത് പാച്ചോത്തിക്കറിയാൻ നിങ്ങളുടെ മനക്കിലെ കുടികിടപ്പുകാരനായിരുന്നു. ആ സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അപ്പച്ച, നമുക്ക് വീട്ടിൽ പോയിരുന്നു പറയാം. വെയിൽ കൊണ്ട് പൊള്ളുന്നു. ആ, വെയിലിന് നല്ല ചൂടാ. ഞാൻ ഈ 24 മണിക്കൂറും വെയിലത്തായതുകൊണ്ട് എനിക്കറിയാൻ മേല. മക്കളകത്തോട്ട് പോ. ആ, പിന്നെ മോളെ, എന്താ അപ്പച്ച? ആ കൊച്ചിന് നിങ്ങൾ തിന്നാൻ കൊടുക്കണ്ടേ മോളെ? അതിനെന്താ അപ്പച്ച? അതല്ല, കാളർച്ചും തെരണ്ടിക്കറിയും ഒക്കെ ആ കൊച്ചു തിന്നു. അത് സാരമില്ല അപ്പച്ച, ഞാൻ അവൾക്ക് പച്ചക്കറി ശരിയാക്കി കൊടുക്കാം. മലക്കറി സാധനം വല്ലതും വേണമെങ്കിൽ തേങ്ങ പൊളിച്ചു കഴിയുമ്പോ സണ്ണിനെ വിട്ട് വാങ്ങിപ്പിക്കാൻ നോക്ക്. ആവശ്യമുള്ള കാശ് അപ്പച്ചന്റെ പേഴ്സിന് എടുത്തോ. ആ, ചെല്ല്. ഒരു മുന്നറിയിപ്പില്ലാതെ നന്ദിനിക്കുട്ടി എന്താ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് പോകുന്നത്? നീ എന്താ ചെയ്യുന്നേ? ഇത് പൂജാമുറിയല്ലേ, ഇവിടെ ചെരുപ്പിട്ട് കയറാമോ? ഞങ്ങൾക്ക് അങ്ങനൊന്നും ഇല്ലടി. ചെരുപ്പിട്ടിട്ട് എവിടെ വേണമെങ്കിലും കയറാം. ദാ എന്റെ കാലിൽ കിടക്കുന്ന കണ്ടില്ലേ? നീ വാ. കായലരികത്തു വലയെറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി 41, 42, 43, 44. ചാക്കോ, ഞാൻ ഈ കൊപ്ര കച്ചവടം തുടങ്ങിയിട്ട് 37 വർഷമായി. എത്രയായി? 37. ആ, ചില ജോലിക്കാര് ഈ കൊപ്രയായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോ ചില തന്തയില്ലാത്തവന്മാര്, എടാ ചാക്കോ, നിന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, പൊതുവെ പറഞ്ഞതാ, ചില തെണ്ടികള് കൊപ്ര എടുത്ത് തിന്നാ, കൊപ്ര എടുത്ത് പോക്കറ്റിലിടുക, അതെനിക്ക് ഇഷ്ടല്ല. അതെ, അത് തെറ്റ്. അപ്പൊ ചാക്കോ, ഇനി നിന്റെ വായലുള്ളൊന്ന് പുറത്തേക്ക് എടുത്തേ. എന്ത് എടുക്കാൻ? ആ, ഇനി നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്ക്. ഏതായാലും നീ ആശിച്ചതല്ലേ, തിന്നാനുള്ളൊരു സാധനം. ആ, ഇനി അവിടേക്കല്ല, ഇവിടേക്കിടാൻ. മര്യാദക്ക് ജോലി ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ ഇതാ ഇങ്ങനൊരു പണിയുണ്ട്. ഇങ്ങനെ ഏതാ വേണ്ടേ? ജോലി എന്നാ അത് ചെയ്യും. കള്ളൻ. നീ വീട്ടിൽ പറയാതെ പോകുന്നത് ഒട്ടും ശരിയായില്ല നന്ദിനിക്കുട്ടി. അമ്മമാര് ശാസിച്ചെന്നും ശിക്ഷിച്ചെന്നും ഇരിക്കും. അതിനിങ്ങനെ അവരെ വേദനിപ്പിക്കുന്നത് തെറ്റാണ്. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ അവര് ശാസിക്കുന്നത്. ഒരമ്മയുടെ സ്നേഹം വളരെ വലുതാ. അത് കിട്ടാൻ തന്നെ നമ്മൾ ഭാഗ്യം ചെയ്യണം. അമ്മയില്ലാത്തതിന്റെ ദുഃഖം എന്താണെന്ന് നിനക്കറിയില്ല, എന്നാൽ എനിക്കറിയാം. എനിക്കവിടെ ഒരു നിമിഷം പോലും കഴിയാൻ വയ്യ ഗ്രേസി. ആത്മഹത്യ ചെയ്യണമെന്ന ആദ്യം തോന്നി. എന്നെ മനസ്സിലാക്കാൻ അവിടെ ആരുമില്ല. നീ വിഷമിക്കണ്ട മോളെ, നിനക്ക് ഞാനുണ്ട്. നിനക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ കഴിയാം. അച്ഛാ, മനക്കിലേക്ക് ഒരു കാറ് കയറിപ്പോയി. മോൾ പെട്ടിയൊക്കെ ഉണ്ട്. വിഷ്ണുവേട്ടൻ വന്നതാ തോന്നുന്നു.
ഇനിയുള്ള കാര്യങ്ങളൊക്കെ വിഷ്ണു എന്നോട് നോക്കുക. എന്താ വെച്ചാൽ വേണ്ടവരെ ചെയ്യുക. നമ്മുടെ ആൾക്കാര് നാടും വീടും മറന്ന് പാരീസിലും പരദേശത്തും പോയി താമസിച്ചാൽ കുടുംബത്തിലൊക്കെ സംഭവിക്കും മാനഹാനിയും മനക്ലേശവും. എല്ലാം അനുഭവിക്കാണ്ടിരിക്കാൻ പറ്റുമോ? മുത്തച്ഛൻ ഇങ്ങനെ പറയുന്നതിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. വിദ്യ തേടി പോകുന്നതിൽ എന്താ തെറ്റ്? ഇവിടെ നിന്നിരുന്നെങ്കിൽ ഞാൻ വെറും ഒരു ഡ്രോയിങ് മാസ്റ്ററായി ഒതുങ്ങിപ്പോയേനെ. അല്ല കുട്ടി, നിനക്ക് തെറ്റത് അവിടെയല്ല. നീ ചെയ്തത് ശരി തന്നെയാ. ഞങ്ങൾക്കതിൽ മനസ്സൊരു അഭിമാനമുണ്ട്. പക്ഷേ വല്ലപ്പോഴും ഒരിക്കൽ നിങ്ങൾ വരികയോ അന്വേഷിക്കുകയുണ്ടായോ? അതെന്റെ തെറ്റാണ്. ഞാനത് മനസ്സിലാക്കാൻ അല്പം വൈകിപ്പോയി. നിങ്ങൾ വെറുതെ തർക്കിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്റെ മോളെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചു തരൂ. അവളിപ്പോ എവിടെയാണോ? അമ്മായി സങ്കടപ്പെടണ്ട. അവൾ എവിടെയുണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിച്ചെത്തിക്കാം. ആ, കുറുപ്പേട്ടൻ വന്നല്ലോ. പുണ്യംപൂരി വന്ന കാര്യം ഷാജി പറഞ്ഞ് ഞാൻ അറിഞ്ഞു. അത് കേട്ട പാടെ ഞാനിഞ്ഞു പോന്നു. കുറുപ്പേട്ട, ഓ വരൂ, നമുക്കല്പം സംസാരിക്കാനുണ്ട്. ആ ഇതിന്റെ കോപ്പികൾ എല്ലാ സ്റ്റേഷനിലും ഞാൻ ഉടനെ അയച്ചു കൊടുക്കാം. എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ സാറിന് വിവരം അറിയിക്കാം. ശരി. ആ, ബൈ ദ ബൈ, നിങ്ങളുടെ ഡിസ്റ്റന്റ് റിലേറ്റീവ്സിന്റെ വീട്ടിലെല്ലാം ശരിക്കും അന്വേഷിച്ചു? വേണ്ടപ്പെട്ട ഇല്ലങ്ങളിലെല്ലാം ഞാൻ നേരിട്ട് പോയി അന്വേഷിച്ചു. സാറൊന്ന് സ്പീഡപ്പ് ചെയ്ത ഉപകാരമായി. ഓഫ് കോഴ്സ്, ഐ വിൽ ഡു മൈ ബെസ്റ്റ്. സാർ സമാധാനമായി പോണം. താങ്ക് യു സർ. പോകാം. ഓ മരങ്ങോടതും തുറക്ക്. എക്സ്ക്യൂസ് മീ, എവിടെയോ വെച്ച് കണ്ടിട്ടുള്ള പോലെ തോന്നുന്നല്ലോ. ശരിയാണ്, നല്ല പരിചയം. ഇല്ല മക്കളെ, കണ്ടു കാണാൻ വഴിയില്ല. ഞങ്ങൾ ഇവിടെ പുതുതായിട്ട് വന്നതാ. അങ്ങനെ ചെല്ലേട്ടാ. ഓ, അമ്മച്ചന്റെ മക്കളാണോ? ഇതേ മോഡൽ വണ്ടിയാ? എന്റെ ആയ കാലത്ത് മേടിച്ചതാ മക്കളെ. നിന്റെ അമ്മയെക്കാളും പ്രായമുള്ള മോഡലാ. പക്ഷെ ഈ വാദപ്പള്ളിയും വണ്ടിയും ഇപ്പോഴും നല്ല കണ്ടീഷനാ. അമ്മാച്ചനെ നാക്കോർത്തി കട്ടിയാ. നാക്ക് മാത്രല്ല, കൺട്രി. നിന്റെ അപ്പന്റെ പേര് ഇപ്പൊ പറഞ്ഞ ഇത് പോടാ. ഗ്രേസമ്മേ, അപ്പച്ചൻ പുറത്തുണ്ടാവും കേട്ടോ. ബില്ല് വരുമ്പോ വിളിച്ചാ മതി. ഇതിനകത്ത് നിന്ന അപ്പച്ചന് കുളിരും. പിന്നെ കരിമ്പളൊക്കെ വേണം. സർ, കൂൾ ഡ്രിങ്ക്സ്. ബില്ല് തരുമ്പോ തന്നാ മതി. അപ്പൊ ഒരു പരിഭ്രമവും സംഭ്രമവും ഒക്കെ ഉണ്ടാവില്ലോ. മോളെ, അപ്പച്ചൻ പുറത്തു. രൂപയാ എന്റെ കർത്താവേ. മുതലാളി തുപ്പൽ പിടിച്ചുണ്ടാക്കിയ കാശാണ്. നീ പറഞ്ഞത് നേരാണടാ. പക്ഷെ ചെയ്യാതിരിക്കാൻ പറ്റുമോ? അതെന്താ മുതലാളി? എടാ മണ്ണച്ചാരെ, എനിക്ക് ആകെയുള്ളൊരു പെണ്ടരിയ അവള്. എന്റെ കാലം കഴിഞ്ഞാലേ എല്ലാം അവൾക്കുള്ളതാ. എന്റെ ആണ്ട് കുടുക്കാഴ്ചക്ക് അവള് പള്ളിയിൽ കാശ് കൊടുത്തില്ലെങ്കിലേ കുഴപ്പം വരണത് എനിക്കാ. ചത്ത് കഴിഞ്ഞാൽ മുതലാളിക്ക് എന്താ കുഴപ്പം വരാൻ? ചത്ത് കഴിഞ്ഞാൽ മുതലാളിക്ക് ഒരു കുഴപ്പം വരില്ല. നിന്റെ കഞ്ഞൂടി മുട്ടും. നീ വണ്ടി ഓടിക്ക്. പുതിയ എടുത്ത് വെച്ചേ. മക്കളെ ഒന്ന് കയറി. ഇപ്പൊ എന്താ കിടന്ന് കിളിമാസ് കളിക്കുന്നേ? ഇവന് ഈ പഴയ കാളവണ്ടിന്റെ പറ്റുള്ളൂ. വണ്ടിക്കകത്ത് ഒരു പാട്ടുപെട്ടി മേടിച്ചു വെക്കണം അല്ലേ മക്കളെ? ഇടോ? അതെ മുതലാളി. ആ, തള്ളണം മുതലാളി. തള്ളണ്ട് സ്റ്റാർട്ടാവില്ലേ? തള്ളണല്ലേ? മക്കളൊക്കെ ഒന്ന് ഇറങ്ങി. ഒരു വണ്ടി. വണ്ടിയുടെ കുഴപ്പമല്ല മോളെ, ഈ തെണ്ടിയുടെ കുഴപ്പാ. ആ, ഒന്ന് കൈ വെച്ചേ. അവന്റെ കഴുത്തിലാ കൈ വെക്കണ്ടേ.
ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായി അവിടത്തെ അരികിൽ ഞാനിപ്പോ വന്നെങ്കിൽ ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായി അവിടത്തെ അരികിൽ നിങ്ങൾ എന്റെ അകത്ത് കയറി രക്ഷപ്പെട്ടു. കേട്ടാ തള്ളിക്കോട്ടാ. പാടാ നിന്നെ പഠിപ്പിക്കാൻ പറ്റുന്നു ഞാനൊന്ന് നോക്കട്ടെ. ആ മോനെ ഒന്നുണ്ട് വന്നേ. ഒരു വാക്കു പറയാതെ ഒരു നോക്കു കാണാതെ. ആ മതി മതി, ഞാൻ ഒരു വാക്ക് പറയാതെ ഞാൻ പോവാണേ. നീ ഇവിടെ സുഖമായിട്ടിരുന്ന് പാട്ടൊക്കെ പാടിയിട്ട് പിന്നെ വന്നാ മതി കേട്ടാ. തല കഷന്റെ അവന്റെ മുതലാളി. ആ പാട്ട് പാടിയാണ്. 4-5 ദിവസത്തെ കണക്ക് നോക്കാൻ ബാക്കിയാ. നീ വന്നേ പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. അപ്പച്ചൻ എന്ത് തോന്നി കാണുമോ ആവോ. നീ ഇവിടുത്തെ സ്റ്റാഫാ? പിന്നല്ലാതെ. ഇതിന് അപ്പച്ചൻ എനിക്ക് മാസം തോറും ശമ്പളം തരുന്നതാ. ആ നീ വാ, നമുക്ക് അകത്തിരിക്കാം. അവിടെ ഇരിക്കടി, ഞാൻ പെട്ടെന്ന് നോക്കി തീർക്കാം. നീ കണക്ക് നോക്ക്, ഞാൻ ഇവിടെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഞാൻ വരണോ? വേണ്ട. സാരി സൂക്ഷിക്കണേ, ചക്രത്തിലൊന്നും ചുറ്റരുത്. എവിടെയാ കൊട്ട് കേൾക്കുന്നത്? അത് ചവിട്ട് നാടകത്തിന്റെതാ. അപ്പച്ചന്റെ ഒരു കിറുക്ക്. ചവിട്ടുനാടോ? അതെന്താ? പണ്ട് പോർച്ചുഗീസുകാരുടെ കാലത്തുണ്ടായ ഒരു തരം നാടകമാ. പിച്ചക്കാർക്ക് 10 പൈസ കൊടുക്കുകയില്ലെങ്കിലും ഇക്കാര്യത്തിൽ അപ്പച്ചൻ വാരിക്കോരി ചെലവാക്കും. ഓ പിന്നെ അപ്പച്ചൻ വലിയ നാടകക്കാരനല്ലായിരുന്നോ? ആ നീ കയറി അപ്പച്ചനോട് നാടകത്തെ പറ്റിയൊന്നും ചോദിച്ചേക്കില്ലേ, പിന്നെ മണിക്കൂറുകളോളം നിന്നെ ബോറടിപ്പിച്ചു കൊല്ലും. നമുക്കതൊന്ന് കാണാം. പിന്നെന്താ, ഇന്ന് ഡ്രസ് ട്രയേഴ്സിലാണെന്നോ തോന്നുന്നേ.
അപ്പച്ചന്റെ നാടകം എങ്ങനെയായിരുന്നു മക്കളെ? നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഏയ് ഇതത്ര ശരിയായില്ല. പണ്ടൊക്കെ എന്റെ വേഷം കാണണായിരുന്നു. കണ്ണ് തള്ളിപ്പോവും. മുതലാളി എന്താടാ? മേളക്കാർക്ക് പോണോന്ന്. രേശമേ, നീ ആ മേശക്കകത്തുനിന്ന് 100 രൂപ എടുത്തോണ്ട് വാ. വാ നന്ദിനിക്കുട്ടി. വേണ്ട, നീ പോയിട്ട് വാ. ഞാൻ ഈ കൊച്ചിനോട് സ്വല്പം നാടാക്കാരും പറയാം. മോളൂടി. ആ മോളെ, ആഞ്ജലിക്ക് ഇങ്ങോട്ട് വരുമ്പോ എന്റെ ഒരു പാട്ടുണ്ട്. തുടങ്ങുമ്പോഴേ അപ്ലാസാ. മുതലാളി എന്താ മേക്കപ്പ് റൂമിൽ ഒരു വഴക്ക്. ആ തുർക്കി രാജാവ് ഒരു പടയാളിയും തമ്മിലാ വഴക്ക്. പടയാളി രാജാവിന്റെ അമ്മക്ക് പറഞ്ഞെന്ന്. പടയാളി രാജാവിന്റെ അമ്മ പറഞ്ഞോ? അത് ശരിയായില്ല, അത് ശരിയല്ല. അങ്ങനെ പറ്റില്ല. ആ ഉണ്ടായിരുന്നു. അസലായിരുന്നു കേട്ടോ. എനിക്കിഷ്ടായി. നന്ദിനിക്കുട്ടി, ആ മോളുടെ കൂട്ടുകാരി എന്തെടുക്കണു? മോരും സാമ്പാറും ഒക്കെ ഉണ്ടാക്കിയ? അപ്പച്ചനോട് എനിക്ക് ഗൗരവമുള്ള ഒരു കാര്യം പറയാനുണ്ട്. അതെന്താ മോളെ ഗൗരവമുള്ളൊരു കാര്യം? ആ സണ്ണിയെ ഇനി ഇവിടെ പണിക്ക് നിർത്തണ്ട. അതെന്താ? അവൻ എന്ത് കുറ്റം ചെയ്തു? അതൊന്നും അപ്പച്ചൻ അറിയണ്ട. പക്ഷേ ഇന്ന് തന്നെ അവനെ പറഞ്ഞു വിടണം. എന്ന് പറഞ്ഞ അതിന്റെ സീസൺ ഞാൻ അറിയണ്ടേ? നമ്മുടെ കളത്തിലെ 1-ാം നമ്പർ പണിക്കാരനാ അവൻ. പെട്ടെന്ന് അവരോട് ഇറങ്ങിപ്പോവാൻ പറയണെങ്കിൽ അതിന്റെ കാരണം ഞാൻ അറിയണ്ടേ? ആ എന്നാ പറയാം. നന്ദിനിയോടുള്ള അവന്റെ പെരുമാറ്റം അത്ര ശരിയല്ല. പലതവണയായി ഞാൻ ശ്രദ്ധിക്കുന്നു. ആ മോള് ചെല്ല്, ഞാൻ അവനെ വിളിച്ച് താക്കീത് ചെയ്യാം. പോരെ? താക്കീത് ചെയ്താ പോരാ, പറഞ്ഞു വിടണം. നന്ദിനിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അപ്പച്ചൻ എന്ത് ചെയ്യും? മര്യാദ കിടന്നോട്ടോ, അതാ നിനക്ക് നല്ലത്. എന്നെ അറിയില്ല നിനക്ക്. ഇതൊക്കെ എന്റെ ഒരു തോന്നലെന്നല്ലാണ്ട് എന്താ പറയാ. ഇനിയിപ്പോ സണ്ണിയെ പിരിച്ചുവിടാൻ പറ്റില്ല. അതൊഴിച്ച് മറ്റെന്ത് വേണമെങ്കിലും ഞാൻ കേൾക്കാം. ആ കാര്യം മാത്രം എന്നോട് പറയണ്ട. അവൻ ചെയ്ത തെറ്റെന്താ മുതലാളി? അവനോട് തന്നെ ചോദിക്കേ, അവൻ പറഞ്ഞു തരും. അവൻ പൊട്ടനൊന്നല്ലല്ലോ. അല്ലേ, എങ്ങാണ്ടൊന്ന് വന്ന പെണ്ണിനോട് ഏതാണ്ടൊന്നും മിണ്ടിയത് കുറ്റമാണോ മുതലാളി? മിണ്ടണ്ട പോലെ മിണ്ടില്ലേ, അത് കുറ്റം തന്നെയാണ്. സണ്ണിയെ തിരിച്ചെടുക്കാതെ ഞങ്ങളാരും പണി ചെയ്യത്തില്ല. എങ്ങനെയാന്നാ പറഞ്ഞത്? ഞങ്ങൾ പണി മുടക്കും. മുടക്കിക്കോ, ഇഷ്ടം പോലെ മുടക്കിക്കോ. എനിക്കൊരു സങ്കടവും ഇല്ല. എടാ, മരച്ചക്കുന്തി ജീവിക്കാൻ തുടങ്ങിയവനാ ഈ വാദപ്പള്ളി. ഇന്ന് ചുമ്മാ ഇരുന്നാലും കഴിയാനുള്ള വക എനിക്കുണ്ട്. ഉണ്ടേ, കർത്താവ് സഹായിച്ചിട്ട് ഇന്ന് മില്ല് കറങ്ങിയില്ലെങ്കിലും എനിക്ക് സുഖമായിട്ട് ജീവിക്കാം. പക്ഷെ നിങ്ങൾ കറങ്ങും. അപ്പോഴോ? ഭീഷണി ഒന്നും വേണ്ട, ഞങ്ങൾ കാണിച്ചു തരാം. കാണിച്ചോ കാണിച്ചോ.
ഇഷ്ടം പോലെ കാണിച്ചോ. ദേ വന്ന് ഒരു കാര്യം പറയട്ടെ, ഒരു കാര്യമുണ്ട്. വാ ചേട്ടാ. പിന്നെ പോപ്പിനെ കുർബാനയെല്ലാം പഠിപ്പിക്കരുത്. എന്താടോ? ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്. പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കുക, പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കുക, പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കുക, പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കുക. തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്. വാഴപ്പള്ളി നീതി പാലിക്കുക, വാഴപ്പള്ളി നീതി പാലിക്കുക, വാഴപ്പള്ളി നീതി പാലിക്കുക, വാഴപ്പള്ളി നീതി പാലിക്കുക, വാഴപ്പള്ളിവർക്ക് നീതി പാലിക്കുക. വിളിച്ചോ വിളിച്ചോ, കാക്കയുടെ ശല്യങ്ങളൊന്നും പറയില്ലോ. തൊഴിലാളിയെങ്കും തോറ്റിട്ടില്ലേ. ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താണ് പ്രശ്നം? ഞാനൊന്ന് സംസാരിക്കട്ടെ. ശരി അച്ഛൻ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇവിടത്തെ പ്രശ്നങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. വർക്കിച്ചേട്ടനെ കണ്ട് സംസാരിക്കാൻ വന്നതാ. ആ അപ്പച്ചൻ എന്തിയെ? അപ്പച്ചൻ അതിരാവിലെ പോയതാ വക്കീലിനെ കാണാൻ. വരൂ അച്ഛാ. ഞാൻ കേട്ട് അറിവ് വെച്ച് നോക്കുമ്പോൾ ഇതിനൊക്കെ കാരണം നിങ്ങളുടെ കൂടെ താമസിക്കുന്ന ആ പെൺകുട്ടിയാണ്. അവളുടെ പ്രലോഭനമാണ് സണ്ണിയെ വഴിതെറ്റിച്ചത്. അത്തരമൊരു പെൺകുട്ടിയെ എത്രയും വേഗം പറഞ്ഞു വിടുന്നതാണ് ഈ കുടുംബത്തിന് നല്ലത്. നിന്റെ ഇടത് കണ്ണ് നിനക്ക് ഉതപ്പ് തരുന്നെങ്കിൽ അത് പിഴുതെറിയുക. രണ്ട് കണ്ണോടുകൂടി നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലതാണ് ഒരു കണ്ണോടുകൂടി സ്വർഗത്തിൽ പോകുന്നത്. അച്ഛൻ പറയുന്ന പോലെ ചെയ്യുന്നതിൽ ദുഃഖമുണ്ട്. അതെന്താ? ചീത്ത കൂട്ടുകെട്ട് ഉപേക്ഷിക്കുന്നതിൽ സങ്കടപ്പെടേണ്ട കാര്യമുണ്ടോ? അവൾ മോശക്കാരിയല്ല അച്ഛാ. അപ്പോ ഞാൻ കേട്ടതൊക്കെ തെറ്റാണോ? തീർത്തും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. അതിൽ കുറച്ചൊക്കെ സത്യമുണ്ട്. ഇതെന്തു മറുപടിയാ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ പറയാ അച്ഛാ, നന്ദിനി ഒരു വലിയ ഇല്ലത്തെ ഏക സന്താനമാണ്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ ചിലരെ കാണുമ്പോ അവളുടെ പ്രകൃതത്തിന് പെട്ടെന്ന് മാറ്റം വരുന്നു. വീട്ടുകാർ ഒത്തിരി ഹോമവും പൂജയും ഒക്കെ നടത്തി നോക്കി. അവിടെ നിങ്ങോട്ട് ഒളിച്ചോടി പോന്നതാ. ഞാനില്ലായിരുന്നെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്തേനെ. ഓഹോ, അങ്ങനെയാണോ? അച്ഛനകത്തേക്ക് കയറൂ. ഞാൻ ഇവിടുന്ന് പുറത്താക്കിയ ഒരുപക്ഷെ അവൾ ജീവിതം അവസാനിപ്പിക്കും. എന്റെ കൂടെ കഴിയുമ്പോ അവളുടെ സ്വഭാവത്തിന് മാറ്റം വരും. അപ്പോൾ വീട്ടിലേക്ക് അയക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അത് മതി. പ്രാർത്ഥനയും സതുപദേശവും കൊണ്ട് അവളെ നേരെയാക്കും. ആട്ടെ, ആ കുട്ടി ഇവിടെ ഉണ്ടെന്ന് വീട്ടുകാർക്ക് അറിയാമോ? ഇല്ല, നന്ദിനി പറഞ്ഞുകൊണ്ട് ഞാൻ അറിയിച്ചില്ല. അത് തെറ്റാണ്. ആ കുട്ടിയെ കാണാതിരുന്നാൽ അവളുടെ വീട്ടുകാർ പ്രയാസപ്പെടുകയില്ലേ? നിന്റെ കൂടെ സുഖമായിരിക്കുന്നുവെന്ന് അവരെ അറിയിക്കേണ്ടതായിരുന്നു. ശരി അച്ഛാ, അങ്ങനെ ചെയ്യാം. ആട്ടെ, ആ കുട്ടി എവിടെ? അച്ഛൻ വന്ന വിവരം ഞാൻ പറഞ്ഞു. അവള് കുളി കഴിഞ്ഞ് ഡ്രസ് ചെയ്യുക. ഗുഡ് മോർണിംഗ് ഫാദർ. വെരി വെരി ഗുഡ് മോർണിംഗ്. കുട്ടി ഇരിക്കൂ. പേരെന്താ? നന്ദിനി കുട്ടി. ബ്രാഹ്മൺ ആണല്ലേ? അതെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മയും അപ്പൂപ്പനും. സ്നേഹസമ്പന്നരായ രക്ഷിതാക്കളെ നാം ഒരിക്കലും ദുഃഖിപ്പിക്കരുത്. അത് പാപമാണ്. മജ്ജയും മാംസവുമുള്ള മനുഷ്യരാണ് നാം എല്ലാം. തെറ്റുകൾ ചെയ്യാനുള്ള പ്രവണത നമ്മുടെ ഹൃദയത്തിലേക്ക് എപ്പോഴും കടന്നു വരാം. എന്നാൽ വിവേകവും ദൈവഭക്തിയും ഉപയോഗിച്ച് കരിങ്കൽ കോട്ട പോലെ നാം അതിനെ തടയണം.
പാപം ചെയ്യാനുള്ള പ്രേരണ ചെകുത്താൻ എപ്പോഴും നമ്മളിൽ ചെലുത്തിക്കൊണ്ടിരിക്കും. ഏദൻ തോട്ടത്തിൽ ഹവ്വായുടെ മുന്നിൽ സാത്താൻ പാമ്പിന്റെ രൂപത്തിലാണ് വന്നത്. എന്നിട്ടോ അവൻ പാപത്തിന്റെ കനി ഭക്ഷിപ്പാൻ ഹവ്വായെ പ്രേരിപ്പിച്ചു. I love you, father. നീ അകത്ത് പോയി അവിടെ ഒരു ഗേറ്റ് അടച്ച് വാ മോളെ. നന്ദിനി, നിങ്ങൾ ആരാ? എന്റെ പേര് വിഷ്ണു. എന്റെ അമ്മാവന്റെ മകളാ നന്ദിനിക്കുട്ടി. അവൾ വീട്ടിലെത്തിയില്ലേ? ഇല്ല. ഇവര് രണ്ടാളും ഒരു മുറിയിലാ ഉറങ്ങണേ. നേരം വെളുത്തപ്പോ നന്ദിനിയെ കാണാനില്ല. എനിക്കും ഇവൾക്കും വല്ലാത്ത ആദിയായി. ആ കൊച്ചു വീട്ടിലെത്തുമെന്നറിയാൻ ഞങ്ങൾ അങ്ങോട്ട് വരികയായിരുന്നു. ഗ്രേസി ഞങ്ങൾക്ക് കത്തയച്ച കാര്യം അറിഞ്ഞതുകൊണ്ടാണോ അവൾ പോയത്? അവൾക്കത് അറിഞ്ഞൂടാ. എങ്ങോട്ട് പോയെന്ന് വല്ല ഊഹമുണ്ടോ? ഇല്ല, ഇന്നലെ ഞാൻ കുറെ ഉപദേശിച്ചതാ. അവൾ തർക്കിച്ചപ്പോ ഞാൻ ശകാരിച്ചു. പിന്നീട് എന്നോടൊന്നും മിണ്ടിയിട്ടില്ല. പിണക്കത്തിലായിരുന്നു. നല്ല സ്നേഹമുള്ള കുട്ടിയായിരുന്നു. എന്റെ കർത്താവേ, ഇനി എവിടെ പോയി തിരക്കാനാ? എന്റെ പൊന്നു മോളെ. വിഷ്ണു, എന്റെ മോൾ എവിടെടാ മോനെ? അമ്മായി, അത് അവളല്ല. പോലീസുകാർക്ക് തെറ്റുപറ്റിയതാ. സത്യം പറയടാ മോനെ, അവക്ക് എന്തു പറ്റിയടാ? അമ്മായി, അത് അവളല്ല. നമസ്കാരം ഭദ്രൻ സാറ്. സാറിന്റെ പേര് പറഞ്ഞിട്ട് ആരും വരുന്നില്ല. സാറിന്റെ കാശ് വേണ്ടെന്ന അവറ്റോളൊക്കെ പറയുന്നത്. അധികം ഓടാത്ത നല്ല ഫ്രഷായ ഒരു സാധനത്തിന് ഞാൻ ഒപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. താങ്ക് യു. വാ, ഒട്ടും പേടിക്കണ്ടെന്നേ. നല്ല പട്ട് പോലത്തെ മനസ്സുള്ള സാറാ. ഇഷ്ടപ്പെട്ട നിനക്കങ്ങ് വാരിക്കോരി തരും. ചെല്ല്. അയ്യോ അയ്യോ, തന്റെ പട്ടുപോലത്തെ സാറ് പൊന്നും കിട്ട തരാന്ന് പറഞ്ഞാലും ഞാനില്ല.
എനിക്കിഷ്ടായി. രസമുണ്ട് കേട്ടോ. നിൽക്കണം അങ്ങോട്ട്. എന്നെ കണ്ടിട്ട് ഏതാ കൊള്ളാവുന്ന വീട്ടിലെ പെണ്ണാണെന്ന് തോന്നല്ലോടി. കട്ടീനാ വന്നിരിക്കണല്ലേ? നടക്കണേ. നടക്ക. ഞാൻ വേശ്യല്ല, ഞാൻ വേശ്യല്ല. മോളെ മിനിക്കുട്ടി, നീ ഇങ്ങോട്ട് വന്നേ. ഈ കാശൊന്ന് പിടിച്ചേ. ഞാനൊന്ന് വെളിയിലേക്ക് പോവാ. ഇന്ന് എനിക്ക് ഒരുപാട് ബിസിനസ് ഉണ്ട്. വരട്ടെ. മാഷെ, വോട്ടിന്റെ കാര്യം മറക്കല്ലേ. മിനിക്കുട്ടി, അമ്മ വരുന്നുണ്ട്. എന്നെ കൊല്ലും. ഞാനിവിടെ നിന്ന് പറഞ്ഞേക്കേ. എനിക്കറിയത്തില്ല. ഞങ്ങളെ പരിചയം രക്ഷപ്പെടെന്ന് പറഞ്ഞേ. കമോൺ. മിനിക്കുട്ടി, അവന്മാര് പോയോ? എത്ര നാളായി മോക്കമ്മ വിളമ്പി തന്നിട്ട്. ഉണ്ണിയിരുന്നോളൂ. കൃഷ്ണ ഗുരുവായൂരപ്പ. ഏഴ് വെള്ളിയാഴ്ച സുദർശന ഹവനവും ഭഗവതി സേവയും നടത്തണമെന്നാ ജോത്സ്യര് പറഞ്ഞത്. ഒന്നായപ്പോ തന്നെ കുട്ടി അങ്ങോട്ട് പോയില്ലേ. ഇനിയിപ്പോ ആദ്യമൾക്ക് വീണ്ടും തുടങ്ങാം. ഭരദേവയുടെ അനുഗ്രഹം കൊണ്ടാ അപകടമൊന്നും ഉണ്ടാവാറുന്നത്. എന്താ വിഷ്ണു, എന്തു പറയുന്നു? ഞാൻ പറയുന്നതില് മുത്തച്ഛന് വിഷമം തോന്നരുത്. ഏയ്, ഒരിക്കലും ഇല്ല. പറഞ്ഞോളൂ. പൂജയും ഹോമവും കൊണ്ട് മാറുന്ന ഒന്നല്ല നന്ദിനിക്കുട്ടിയുടെ അസുഖം. ഇതൊരു മാനസിക രോഗമാണ്. നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് ചികിത്സിപ്പിച്ചാലേ അസുഖം മാറും.
അത്തരം ഒരു ഡോക്ടറുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എന്താ ഉണ്ണി പറയണത്? പ്രതിവിധിയായി ദേവി കയറുമ്പോൾ ഒന്നും വേണ്ടെന്നാണോ? ഇല്ല, തീർത്തും വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ചികിത്സിക്കാതെ പറ്റില്ല, അത് മുടക്കാനും പാടില്ല. ആ, ഉണ്ണിയുടെ ഇഷ്ടം പോലെ ആയിക്കോളൂ. കഴിഞ്ഞതൊക്കെ ഒരു ദുസ്വപ്നം പോലെ അങ്ങ് മറക്ക. നിന്റെ അച്ഛൻ മരിച്ചേ പിന്നെ എന്റെ എല്ലാ ആശയും നിന്നിലാണ് കുട്ടി. നീ ഇനിയും ഈ അമ്മയെ ദുഃഖിപ്പിക്കരുത്. Can I smoke? Sure. എന്താ നന്ദിനി, അല്പം മരുന്ന് കഴിച്ചുകൂടെ? ഒരു അസുഖമില്ലാത്ത ഞാനെന്തിനാ മരുന്ന് കഴിക്കുന്നത്? അത് നന്ദിനിയുടെ മനസ്സ് ശാന്തമാക്കാനുള്ള മരുന്നാ. ഡോണ്ട് വറി ഡോക്ടർ, അവളത് കഴിക്കും. ഞാൻ തന്നെ കൊടുക്കാം. എനിക്ക് നിങ്ങളോട് അല്പം പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട്. ശരി. ഇരിക്കൂ, ഞാൻ ഇപ്പൊ വരാം. അല്പം നടക്കുന്നത് വിരോധമുണ്ടോ? ഹേയ്, നോ പ്രോബ്ലം. എങ്ങനെയുണ്ട് ഡോക്ടർ? അല്പം സീരിയസ് ആണ്, ബട്ട് ഡോണ്ട് വറി, നമുക്ക് ട്രീറ്റ് ചെയ്ത് ശരിയാക്കാം. അവളുടെ അസുഖം എന്താണ്? നിംഫോമാനിയ. സുപ്രാറീനൽ ഗ്ലാൻഡ് വികസിക്കുന്നത് മൂലമുണ്ടാകുന്ന ഒരുതരം രോഗമാണ്. രോഗികളിൽ ഇതൊരു പ്രത്യേക തരത്തിലുള്ള കാമാസക്തി ഉണ്ടാക്കും. ഇത്തരം കേസുകൾ വളരെ റയറായിട്ട് ഞങ്ങളുടെ അരികിൽ വരാറുണ്ട്. ഒന്നാമത് ആളുകളുടെ അറിവില്ലായ്മ, പിന്നെ മന്ത്രവാദികളിലും വ്യാജ പുരോഹിതന്മാരിലുമുള്ള അന്ധമായ വിശ്വാസം. ശരിയായ ട്രീറ്റ്മെന്റ് കൊണ്ട് നിശേഷം മാറ്റാവുന്ന ഒരു രോഗമാണിത്. നിർഭാഗ്യമെന്ന് പറയട്ടെ, പലരും അതിന് തുനിയുന്നില്ല. ഒരു രോഗിയായിട്ടല്ല, ദുർനടപടിക്കാരിയായിട്ടാണ് സമൂഹം അവരെ വീക്ഷിക്കുന്നതും പെരുമാറുന്നത്. ഫലം, അവർ തെരുവ് വേശികളായിട്ട് മാറുന്നു. ഏതായാലും ഇപ്പോഴെങ്കിലും നന്ദിനിയെ ഇവിടെ എത്തിച്ചത് നന്നായി. ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ എത്ര നാൾ വേണ്ടിവരും? 3 മാസം മുടങ്ങാതെ മരുന്ന് കഴിക്കണം. 1 മാസം ശരിക്കുള്ള ഒബ്സർവേഷൻ വേണം. അപ്പോ 1 മാസം അത് ഇവിടെ തന്നെ താമസിക്കണം? ഓഫ് കോഴ്സ്. മരുന്ന് കഴിക്കാൻ അവൾ വിസമ്മതിച്ചെന്ന് വരും. ലിഥിയം എന്ന മരുന്നാണ് ഈ രോഗത്തിന് കൊടുക്കുന്നത്. വലിയ ക്ഷീണവും മയക്കവും ഉണ്ടാകും. നിങ്ങളുടെ വീട് വളരെ അകലെയല്ലേ? പെട്ടെന്ന് എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടായാൽ ബുദ്ധിമുട്ടാകും. ഇവിടെ അടുത്ത് എന്റെ ഒരു സ്നേഹിതന്റെ വീട് ഒഴിഞ്ഞു കിടപ്പുണ്ട്. ഞങ്ങൾ അവിടെ താമസിച്ചാ പോരെ? അവളെ ഇവിടെ താമസിപ്പിക്കുന്നതിൽ ഐ നോ യുവർ സെന്റിമെന്റൽ ഫീലിംഗ്സ്. ഇറ്റ്സ് ഓൾ റൈറ്റ്. അടുത്താണെങ്കിൽ അത് മതി. ആരെയാണ് ആദിശാൻ ആദിശാൻ ആദ്യ രാവിലെ? കുഞ്ഞെ, പള്ളിച്ചന്തയിലേക്കുള്ള ബസ് പോയോ? ഞാൻ കണ്ടില്ല. ഷെടാ, വരേണ്ട സമയം കഴിഞ്ഞല്ലോ. സമയം എന്തായി? 10:30. കുഞ്ഞിന് എങ്ങോട്ടാ പോകേണ്ടത്? മാന്തുരുത്തി. ആ, മാന്തുരുത്തിക്കുള്ള ബസ് വരാറായിട്ടുണ്ടല്ലോ. വെയിൽ കൊള്ളണ്ട, ഈ തണലേക്ക് മാറുന്നില്ലേ? ഇങ്ങോട്ട് വാ. സാറിനെ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ച് നടന്നെന്നോ? തന്നെ ഞങ്ങളും അന്വേഷിച്ച് നടക്കാൻ. അന്നൊരു പാർട്ടി അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് മുങ്ങിട്ട് ഇപ്പോഴല്ലേ തന്നെ കാണുന്നത്. അക്കാര്യം സാറിനോട് നേരിട്ട് പറയാനാ ഞാൻ നോക്കി നടന്നത്. എന്തോന്ന് പറയാൻ? മര്യാദ ഞങ്ങളുടെ കാശെടുക്ക. സാറേ, അന്ന് ഞാനൊരു പാർട്ടി അഡ്ജസ്റ്റ് ചെയ്തു. നല്ല തക്കാളി പോലത്തെ ഒരു പെണ്ണ്. പിന്നൊരു കാര്യം, ഈ 3 പേരും കൂടെ വരുന്നതുകൊണ്ടാ എല്ലാം കുഴപ്പം വന്നത്. സാർ ഒറ്റക്ക് വന്നാ എല്ലാം അതിൻ്റെതായ രീതിയിൽ നടക്കും സാറ്. സാറ് ധൈര്യമായി ലോഡ്ജിൽ പോയി മുറി എടുക്കണം. ഈ കുട്ടപ്പനാ പറയുന്നത്. പിന്നൊരു കാര്യം, അവന്മാർ 2 പേരും സാറ് സൂത്രത്തിൽ പറഞ്ഞു വിട്ടേക്കണം, മറക്കരുത്. കേട്ടെ? ധൈര്യമായിക്കോ. ഓ, ഇവിടെ എന്താ ബസ് കിട്ടാൻ സാധ്യതയില്ലെന്നാ തോന്നുന്നത്. ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് പോവാ. കുഞ്ഞ് വരുന്നോ? ഇനി എന്നെ ആർക്കാണ് ആവശ്യം? ആവശ്യം സാറേ 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 സാർ അവിടെ നിന്ന്
അവിടെ അങ്ങോട്ട് നോക്കി ഒരു ന്യൂ ഐറ്റം നോക്കിയ ഒരു ലെഫ്റ്റ്. താങ്ക് യു. അല്ല, നീ എന്താടാ ഇവിടെ? വെറുതെ ചുമ്മാ ഒരു ലൂസ് മോഷൻ. അങ്ങനെ ഇവിടെ ഒന്ന് റൂം എടുക്കൂ. ഇപ്പൊ കുറവുണ്ട്. ഈ കാര്യത്തിൽ നിന്റെ ആശാനല്ലേടാ ഞാൻ. എവിടെടാ പാർട്ടി? കുട്ടപ്പൻ പറ്റിച്ചെന്നാ തോന്നുന്നു. കുട്ടപ്പൻ പറ്റിച്ചതാ. എടാ, ഹരി ഇവിടെ താഴ്ത്തു മുറിയെടുത്തിട്ടുണ്ട്. അവനും കുട്ടപ്പനെ കാത്തിരിക്കുക. അവനെ ഇനിയും അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. വാ വാ വാ, ഇന്ന് അവനെ ഒതുക്കണം. ഇനി മേലിൽ അവൻ ആരും ഇതുപോലെ ചെയ്യരുത്. May I come in? ஒரம்பு ருக்குமணி வண்டி வருது. ஒரம்பு ருக்குமணி வண்டி വണ്ടി വരുത്. ഇന്നത്തെ ബിസിനസ് മോശം. ഭദ്രം മുതലാളി ഉണ്ടോ? എനിക്ക് അങ്ങോട്ട് ചെല്ലാവുന്ന കണ്ടീഷൻ ആണോ? കണ്ടിട്ട് അത്യാവശ്യം ഒരു കാര്യം ഉണ്ടായിരുന്നു. അവളൊരു നോട്ടം കണ്ടില്ലേ? എന്താണ് മുതലാളി എസ്റ്റേറ്റിൽ നിന്ന് വന്നെന്നറിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നിരുന്നു. എന്തിന്? അല്ല, മുതലാളി ഒന്ന് കാണാൻ. ഒത്തിരി നാളായല്ലേ മുതലാളിയെ കണ്ടിട്ട്. കണ്ടില്ലേ? ഇനി നിനക്ക് പോവാം. അയ്യോ, അങ്ങനെയൊന്നും പറയരുത് മുതലാളി. എനിക്ക് സങ്കടമുള്ള കാര്യം ഇതുകൊണ്ടാണ്. ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടാ? കുറ്റം ചെയ്തത് ഞാനാ. അയ്യോ മുതലാളി, അങ്ങനെ പറയരുത്. അതിനാരെങ്കിലും ഒന്ന് കൈ കിട്ടിയിട്ട് വേണ്ടേ മുതലാളി ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ? കിട്ടിയിട്ട് വന്നാ മതി. പോടാ. അല്ല മുതലാളി, അപ്പൊ ഞാൻ എന്റെ പൊന്നു മോളല്ലേ, മരുന്നൊന്ന് കഴിക്കുന്നേ. എനിക്ക് വേണ്ട. എന്തൊരു കയ്പാണെന്നറിയോ? മരുന്ന് കഴിക്കാതെ എങ്ങനെ അസുഖം മാറുന്നേ? ഇതാ കഴിക്ക്. എനിക്കിപ്പോ അസുഖമൊന്നുമില്ല. ഓ, നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. ഇത് കഴിക്ക്. മരുന്ന് കഴിച്ചില്ലേ ഞാൻ വിഷ്ണുവിനെ വിളിക്കുവേ. വേണ്ട, വിഷ്ണുവിനെ വിളിക്കണ്ട. ഇതാ ഞാൻ കഴിക്കാം. ദാ കഴിക്ക്. മിടുക്കി. ദാ, ഇനി അമ്മ അടുക്കളയിൽ പോയി പണിയെല്ലാം നോക്കിയിട്ട് വേഗം വരാം. ശരിയമ്മേ. അമ്മായി, ആ വെള്ളം ഇങ്ങോട്ട് വരും. കഴിക്കടോ. കഴിച്ചോ? ശൈലൊന്നും കാണിക്കണ്ട, കഴിക്കടോ. കഴിച്ചോ? ശരിക്കും വാതറക്ക്, വാതറക്ക്. കേട്ടിക്ക്. അത്രയ്ക്കായ ആ കുറുപ്പേട്ടനോ? എന്താ വരാൻ വൈകിയത്? ഇന്നത്തെ അല്പം മണിത്തിരക്കുണ്ടായിരുന്നു. വരൂ, അകത്തിരിക്കാം. എനിക്ക് നിന്നോട് പിണക്കോ? ഇത്രയും ദിവസമായിട്ടും നീ എന്നെ ഒന്ന് കാണാൻ വന്നില്ലല്ലോ. എന്താ മോളെ നീ പറയുന്നേ? ഇല്ലത്തുനിന്ന് നീ പോയ പിന്നെ ഒറ്റ ദിവസം പോലും ശരിക്കൊന്നും ഉറങ്ങിയിട്ടില്ല. ചുമ്മാ പറഞ്ഞതല്ലേടി ഞാൻ. നാട്ടിൽ എന്തൊക്കെയുണ്ട് ശരി വിശേഷം? പ്രത്യേകിച്ചൊന്നുമില്ല. അമ്പലത്തിലെ അഷ്ടമിരോഹിണി ഉത്സവം കഴിഞ്ഞു. പക്ഷെ നീ ഇല്ലാത്തോണ്ട് ഞാൻ പോയില്ല. ഇത്രയും വലിയ ബംഗ്ലാവാണ് നീ താമസിക്കുന്നത്? ഇത് വിഷ്ണുവേട്ടന്റെ ഒരു കൂട്ടുകാരന്റെ വീടാ. വരും, ഞാൻ വീടൊക്കെ കാണിച്ചു തരാം. വണ്ടിയെല്ലാം സമയത്ത് തന്നെ കിട്ടിയോ? പുലർച്ചെ തന്നെ പുറപ്പെട്ടതുകൊണ്ട് സുഖമായി എത്തി. മുത്തച്ഛന് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല. കുറുപ്പിന്റെ കൂടെ പുറപ്പെടാൻ ഒരുങ്ങില്ലേ? ഇല്ല, പൂജാകർമ്മങ്ങളൊക്കെ നിശ്ചയിച്ചു. അടുത്ത വെള്ളിയാഴ്ചയാ തുടക്കം. തിരുമേനി അതിന്റെ തിരക്കില. മാത്രമല്ല, ആത്തന്മാരെ കൂടി കൂട്ടിക്കൊണ്ട് എല്ലാം പ്രത്യേകം പറഞ്ഞയച്ചിട്ടുണ്ട്. ഈ സ്ഥിതിയിൽ ഞാൻ എങ്ങനെയും അങ്ങോട്ട് വരിക?
ചികിത്സ തുടങ്ങിയിട്ടിപ്പോ 1 മാസം ആവാറായില്ലേ? കുട്ടിയുടെ അസുഖം? അസുഖത്തിന് വളരെ കുറവുണ്ട്. എന്നാലും അമ്മായി വിഷമിക്കണ്ട, അവളുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. കുട്ടിയുടെ കാര്യങ്ങളൊക്കെ വിഷ്ണുപുരി എന്നല്ലേ ഇനി നോക്കേണ്ടത്? ആ ശരി, മരുന്നൊക്കെ സമയത്ത് തന്നെ കൊടുക്കണം കേട്ടോ. അക്കാര്യം ഞാൻ ഏറ്റു. അമ്മായി സമാധാനമായി പൊയ്ക്കൊള്ളൂ. വരൂ, ഇരിക്കൂ മക്കളെ, കാപ്പി കുടിക്കാം. അപ്പച്ചൻ വന്നില്ലേ? ഇല്ല, അപ്പച്ചൻ ജോലി തിരക്കില്ല. ഞാൻ ഡ്രൈവറുമായിട്ട് പോന്നു. ഗ്രേസി, നിനക്കിപ്പോ ഇവിടെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഈ സുന്ദരിക്കുട്ടിയെ കെട്ടിപ്പിടിച്ചിടക്കാൻ വല്ലാത്ത കൊതി തോന്നുന്നു. ഇപ്പൊ ഇവൾ ഒരാളെ മാത്രമേ, നമ്മളേക്ക് ഇവള് മറന്നില്ലേ? ശരി. ഇത്രയും നേരം നന്ദിനിയുമായി സംസാരിച്ചതിൽ നിന്നും എനിക്ക് ചില സൂചനകൾ ലഭിച്ചു. എന്താണ് ഡോക്ടർ? ഷീസ് ഫാസ്റ്റ് ഇംപ്രൂവിംഗ്. മരുന്നിനേക്കാൾ ഏറെ വിഷ്ണുവിന്റെ സാമീപ്യമാണ് അതിന് കാരണം. താങ്ക് യു ഡോക്ടർ. പക്ഷേ ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിരുന്ന കാര്യം, അടുത്ത മാസമാണ് ഇന്റർനാഷണൽ പെയിന്റിംഗ് ഫെസ്റ്റിവൽ. ഞാനതിലെ ഒരു ജൂറിയാണ്. കഴിയുന്നതും വേഗം പാരീസിലെത്തണം. യെസ് യെസ്, ഐ നോ ഇറ്റ്. വി ആർ പ്രൗഡ് ഓഫ് യു മിസ്റ്റർ വിഷ്ണു. താങ്ക് യു ഡോക്ടർ. ഞാൻ പറയുന്നത്, നന്ദിനിയുടെ അസുഖം വേഗം ഭേദമായാൽ എനിക്ക് മനസമാധാനത്തോടെ പോകാമായിരുന്നു. എനിഹൗ 2 ആഴ്ച കൂടി വിഷ്ണു അവളോടൊപ്പം ഉണ്ടായിരിക്കണം. നോർമൽ സ്റ്റേജ് സ്റ്റഡി ആയിട്ട് വിഷ്ണു പോകാവൂ. ഓക്കെ ഡോക്ടർ. ഇതെന്താ വിഷ്ണുട്ട വരച്ചിരിക്കുന്നത്? കണ്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു? ഇത് കുറെ വരയും കുറിയും മാത്രമല്ലേ ഉള്ളൂ. ഇതെന്താണെന്ന് പറഞ്ഞൊരു വിഷ്ണുട്ട. ഇതൊരു പെണ്ണ്, നിന്നെ പോലെ സുന്ദരിയായ ഒരു പെണ്ണ്. സുന്ദരിയായ യുവതിയോ? ഏയ്, ഈ വികൃത രൂപത്തിന് എന്ത് സൗന്ദര്യ ഉള്ളത്? എനിക്കിത് കണ്ടിട്ട് പെണ്ണാണെന്ന് പോലും തോന്നുന്നില്ല. എന്തൊരു കോലം! നിനക്കത് മനസ്സിലാവില്ല. പഠിച്ചാലേ ചിത്രകല ആസ്വദിക്കാൻ പറ്റൂ. എങ്കിൽ വിഷ്ണുട്ടൻ നിന്ന് പഠിപ്പിച്ചു തന്നൂടെ? തീർച്ചയായും. ഞാനത് നേരത്തെ തീരുമാനിച്ചിട്ടുള്ളതാണ്. നമ്മുടെ വിവാഹത്തിന് ശേഷം. അതെന്താണ് വിഷ്ണുട്ട? അധികം താമസിയാതെ ഒരു നല്ല ദിവസം, അന്ന് അസുഖമെല്ലാം മാറി നീ എന്റെ പഴയ നന്ദിനിക്കുട്ടിയാവും. സുഗന്ധ പുഷ്പങ്ങൾ കൊണ്ട് നിർമ്മിച്ച മനോഹരമായൊരു കതിർ മണ്ഡപം, അതിൽ തലകുനിച്ച് നിൽക്കുന്ന വലിയ പൂവ്, നീ തൊട്ടരികിൽ ഞാൻ, ഒട്ടും കുരവയും നാദസ്വരമേളവും ഉയരുമ്പോൾ നിന്റെ കഴുത്തിൽ ഇതുപോലെ ഞാനൊരു സ്വർണ്ണത്താലി ചാർത്തും.
നന്ദിനിക്കുട്ടി, നന്ദിനിക്കുട്ടി, വേണ്ട. നന്ദിനിക്കുട്ടി, മരുന്ന് കഴിച്ചിട്ട് കിടക്കും. എഴുന്നേക്കൂ. എന്താ ഇത്, കൊച്ചു കുട്ടികളെ പോലെ? നല്ല കുട്ടിയല്ലേ, നീ ദിവസം കഴിക്കുന്നതല്ലേ? എനിക്ക് വേണ്ട. അസുഖം മാറണ്ടേ? എനിക്ക് ഒരു അസുഖമില്ല. അത് നീ തീരുമാനിച്ചാൽ മതിയോ? ബാക്കിക്കാതെ മരുന്ന് കഴിക്കൂ. കഴിക്കൂ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ നിന്റെ ഭാവം? നാടോടിയായി തോന്നിവാസമായി നടന്നു നിന്നെ നേരെയാക്കാൻ തുനിഞ്ഞ എന്നെ വേണം പറയാൻ. വയ്ക്കോ, എവിടെ വേണമെങ്കിലും വയ്ക്കോ. തേവിടിശിയായി തലയും മൊട്ടയടിച്ച് എങ്ങനെ വേണമെങ്കിലും ജീവിച്ചു. വയ്ക്കോ. എന്താ നിന്റെ ഭാവം? നാടോടിയായി തോന്നിവാസമായി നടന്ന നിന്നെ നേരെയാക്കാൻ തുനിഞ്ഞ എന്നെ വേണം പറയാൻ. വയ്ക്കോ, എവിടെ വേണമെങ്കിലും വയ്ക്കോ. തേവിടിശിയായി തലയും മൊട്ടയടിച്ച് എങ്ങനെ വേണമെങ്കിലും ജീവിച്ചു. എന്താ നിന്റെ ഭാവം? നാടോടിയായി തോന്നിവാസമായി നടന്നു നിന്നെ നേരെയാക്കാൻ തുനിഞ്ഞ് എന്നെ വേണം പറയാൻ. വയ്ക്കോ, എവിടെ വേണമെങ്കിലും വയ്ക്കോ. തേവിടിശിയായി തലയും മൊട്ടയടിച്ച് എങ്ങനെ വേണമെങ്കിലും ജീവിച്ചു. വയ്ക്കോ. ബസ് സ്റ്റാൻഡിലേക്ക് ഈ വഴി പോയാൽ മതി. ഇതിലെയാ പോകേണ്ടത്. അനിയത്തിക്ക് എവിടെ പോകാനാ? പുത്തൻകര. പുത്തൻകരയ്ക്കോ? അയ്യോ, ഞാനും അങ്ങോട്ട് തന്നെയാ പോകുന്നത്. അനിയത്തി വാ, ഞാൻ കൊണ്ടാക്കി തരാം. എനിക്കൊരു കൂട്ടില്ലാതിരിക്കായിരുന്നു. വാ. ഒരാണ്ടുണില്ലാതെ പോകുന്നതൊക്കെ വളരെ സൂക്ഷിക്കണമെങ്കിൽ പഴയകാലം. അല്ല, ഇന്ന് നീ രക്ഷപ്പെടാൻ അടിക്കരുത്. അയ്യോ, കുട്ടപ്പൻ ഇത്രയും നാളും പറ്റിച്ചുവെങ്കിലും ഇന്ന് അതിന്റെ കേട് തീർന്നു. നല്ല നാടൻ പെൺകുട്ടി. അവൻ അത്രയും ഇടിക്കേണ്ടിയില്ലായിരുന്നു. നമ്മളെ ഇത്രയും നാളും അവൻ കുപ്പിയിലിറങ്ങി. അതിനുള്ള ഐഡിയ കൊടുത്തത്. അത് കൂടിയിട്ടൊന്നുമില്ല. വേണമെങ്കിൽ നാളെ കുറെ കാശ് കൊടുക്കാം. മുട്ടയോ പാലോ വാങ്ങിച്ചു കഴിക്കട്ടെ. ഇടിയുടെ കേടും തീരും. അപ്പോഴേ നമ്മളിങ്ങനെ വാചകം അടിച്ചോണ്ടിരുന്നാ മതിയോ? എന്തെങ്കിലും നീക്കുവോക്ക് നടത്തണ്ടേ? ഞാൻ ആദ്യം പോവാ. നിങ്ങൾ രണ്ടാളും ബുദ്ധിമുട്ടേണ്ട, ഞാൻ തന്നെ ഫസ്റ്റ്. വെറുതെ തർക്കിച്ച് സമയം കളയണ്ട.
എന്നാ നമുക്ക് നറുക്കെടുക്കാം. ഇറ്റ്സ് എ ഫൈൻ ഐഡിയ. സകല ദൈവങ്ങളെയും മനസ്സിൽ വിചാരിച്ച് ഐശ്വര്യമായ ഒരു കുറി എടുക്കുമോളെ. നെൽക്കാശാനെ, ഭാഗ്യക്കുറിയാണെങ്കിൽ എന്റെ പേരിൽ ഒരു നറുക്ക് കൂടി ഇട്ടേക്ക്. താനാരാ? തനിക്കിവിടെ എന്താ കാര്യം? ചൂടാകാതെ, ഞാനും നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനല്ലേ. നമുക്ക് ഇക്കാര്യത്തിൽ ഒരു സഹകരണ അടിസ്ഥാനത്തിൽ പോയി കളയാം. തടി കേടാക്കാതെ വേറെ സ്ഥലം വിടും. തടി കേടാകാതെ സൂക്ഷിക്കേണ്ടത് നിങ്ങളെപ്പോലുള്ള മുലകുടി മാറാത്ത പിള്ളേരാ. കാരണം ഇനിയും ഇതുപോലുള്ള ആഗ്രഹങ്ങൾ സഫലീകരിക്കാനുള്ളതല്ലേ. വാമോ. സാറ് കൊണ്ട് ഇറക്കി തരും. വാ കേറ്. സാറേ എന്നെ രക്ഷിക്കണം. അമ്മാര് കഞ്ചാവ് പിള്ളേരാ. എന്നെ കൈ കിട്ടിയ കൊല്ലും. തുറക്ക സാറേ. വേഗം തുറക്ക സാറേ. സാർ വണ്ടി വിടണം. സാർ വേഗം പറഞ്ഞു. ഒന്നും പറയണ്ട സാർ. യുവന്മാര് കഞ്ചാവ് പിള്ളേരാ. കാണാൻ കൊള്ളാവുന്ന ഒറ്റ പെൺപിള്ളേർക്ക് യുവന്മാര് കാരണം വഴി നടക്കാൻ പറ്റത്തില്ല. പുത്തൻനിരക്ക് പോകാൻ വന്ന ഒരു കൊച്ചി പെണ്ണിന് യുവന്മാര് പൊക്കാൻ നോക്കി. അപ്പൊ കുട്ടപ്പം വീട്ടില്ല സാറേ. എന്നിട്ട് അവളവിടെ എനിക്ക് അറിഞ്ഞൂടാ സാറേ. അവളവിടെ പോയി. നന്ദിനിക്കുട്ടി, നല്ല പേര്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞാൻ ഈ മുറിയിൽ ഒറ്റയ്ക്കാണ്.